വടകരയിലെ കാര്യങ്ങൾ UDF കയ്യിൽ നിന്ന് വഷളായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടകരയിൽ സമാധാന അന്തരീക്ഷം വേണം, വടകരയിൽ ഒരു സർവകക്ഷി യോഗം വേണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സർവകക്ഷി യോഗത്തിന്റെ ആവശ്യം തോന്നുന്നുണ്ടോ? അതായത് ഈ വടകരയിൽ ഇത് കോൺഗ്രസ്സാണ് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. അതിൽ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ ആളുകളും അതിൽ ഭാഗവാക്കുകളാണ് എന്നൊന്നും ഞങ്ങൾ പറയില്ല. അതേ അവസരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരായ കുറേ ആളുകളെ ഈ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ഗൗരവത്തോടെ എടുക്കുന്നു എന്നാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ പഴയ കാലത്ത് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ നാദാപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വലിയ സംഘർഷങ്ങളും അതുപോലെ ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങളും നടന്നിട്ടുള്ള അനുഭവമുണ്ട്. ഒട്ടേറെ ജീവൻ നഷ്ടമായി രണ്ട് ഭാഗത്തും, അതുപോലെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ടു ഒരു നല്ല അന്തരീക്ഷം അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സംഘർഷവും ഉണ്ടാവാത്ത നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് വരികയാണ്. എല്ലാവരും അതിൽ വലിയ സന്തോഷത്തിലാണ് ജനങ്ങളാകെ. പഴയതെല്ലാം മറന്നു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ പഴയ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് സഹായകരമായ നിലപാടാണ് ഈ പുറമേ നിന്ന് വന്നിറങ്ങിയ കോൺഗ്രസ് ടീമുമെല്ലാം എടുക്കുന്നത്. അത് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന പാർട്ടികളാണ് CPIM-ഉം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും. അതുപോലെ എല്ലാ പാർട്ടികൾക്കും അതിൽ റോളുണ്ട്. അന്ന് തന്നെ സംഘർഷങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ എല്ലാ പാർട്ടികളുടെയും മീറ്റിംഗ് ചേർന്നു. അതുപോലെ തന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്, CPM, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടികളുടെ ഒരു ഉഭയകക്ഷി ചർച്ചയും അക്കാലത്ത് നടന്ന് അങ്ങനെയെല്ലാം ശ്രമകരമായി ഇടപെട്ടിട്ടാണ് അന്തരീക്ഷം നല്ല നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ നില നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ഗൗരവത്തോടുകൂടി ഞങ്ങൾ കാണുന്നത്. റിസൾട്ട് വരുന്നതിന് മുൻപ് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ്. സമാധാന അന്തരീക്ഷത്തിനൊന്നും ഇപ്പോൾ വലിയ കുറവൊന്നുമില്ല. അതേ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള UDF-ൻ്റെ ഈ വർഗീയ ധ്രുവീകരണ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സൃഷ്ടിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ആശങ്കയുണ്ടാവും എന്തെങ്കിലും തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇത് നല്ലതാണ്. ഞങ്ങളും കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട ഭരണ കേന്ദ്രങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിൻ്റെ മുമ്പ് അത് ഗൗരവത്തിലുള്ളൊരു മീറ്റിംഗ് ആയിരിക്കണം. അല്ലാതെ എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച ആ നിലയിലല്ല. ഗൗരവബോധത്തോടു കൂടി ഈ പ്രശ്നത്തെ കാണാനും നാട്ടിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സമാധാനവും സ്വൈരജീവിതവും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള വർഗീയ വിഭജന പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയരേണ്ടതുണ്ട്. ആ ഗൗരവത്തോടെ സമീപിക്കുന്ന ഉയർന്ന നേതൃതലം നമ്മുടെ ജില്ലയിലെ ഉയർന്ന നേതൃതലത്തിലുള്ള ഗൗരവമേറിയ ഒരു ആലോചന, ഒരു കൂട്ടായ ആലോചന അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുന്നത് ഉചിതമായിരിക്കും. അത് തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പ് മതിയാകും. ഈ നയനാരുടെ കാലത്തുണ്ടാക്കിയ സമാധാനം തകർക്കരുത് എന്നും പി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ ചരിത്രം പറഞ്ഞല്ലോ, നയനത്തിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞ പോലെ വീണ്ടും അന്നത്തെ അവസ്ഥയിലേക്ക് പോകരുതെന്നൊരു റിക്വസ്റ്റോട് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. പഴയതിലേക്ക് പോകാൻ പാടില്ലെന്നുള്ളതാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഞങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടികൾ. അവിടെ കോൺഗ്രസ്സൊക്കെ അതെ നിലവിലുള്ള വടകര വിഷയത്തിൽ ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം മോശമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഒരു ഗൗരവത്തോടു കൂടി
ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ. അങ്ങനെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ലീഗിന്റെ പരസ്യ നിലപാട് സ്വീകരിച്ചത്. തങ്ങളുമായിട്ട് സംസാരിച്ചിട്ടാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അത് ശരിയാണ്, സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായ ആയിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നാടിനോട് ഉത്തരവാദിത്വം ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ നിലയിൽ ഞങ്ങളത് ഗൗരവത്തോടു കൂടി കാണും. ലീഗ് കാണിക്കുന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നൊരു ആരോപണം. കോൺഗ്രസ് എന്താന്ന് പറഞ്ഞാൽ ഈ ലീഗാണ്, UDFിലെ പ്രബല ശക്തി ലീഗാണ്. കോൺഗ്രസ് അങ്ങനെ ഒരു പ്രബലമായ ശക്തിയൊന്നുമല്ല ഈ വടകര പാർലമെൻറ്റും അവിടെയൊക്കെ. അത് ലീഗിൻ്റെ ഒരു, ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഒരു ജൂനിയർ പങ്കാളിയാണ് കോൺഗ്രസ്, അത്രേ ഉള്ളൂ.